പുരാതന ഗ്രീസിൽ ലക്കോണിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രമുഖമായ ഒരു നഗരമുണ്ട്. ആ നഗരത്തിൻ്റെ പേര് സ്പാർട്ട എന്നാണ്. സ്പാർട്ട നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്പാർട്ട നഗരത്തെ ശക്തന്മാരുടെ നാട് എന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടത് ശക്തന്മാരുടെ നാടായി എന്ന് ചോദിച്ചാൽ, ശക്തിയുള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. 7ാമത്തെ വയസ്സ് തൊട്ട് ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് നിൽക്കുന്ന യോദ്ധാക്കളായ ആളുകളെ വാർത്തെടുക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്ന നാടാണ് ഈ സ്പാർട്ട. സ്പാർട്ടയുടെ ഡെയ്ഗറ്റ്സ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിലെ അപ്പോത്തീറ്റ എന്ന ഒരു പ്രത്യേകമായ ചെരുവുണ്ട്. അപ്പോത്തീറ്റ എന്ന വാക്കിൻ്റെ അർത്ഥം നിരസിക്കാനുള്ള സ്ഥലം എന്നാണ്. നിരസിക്കാനുള്ള ഈ സ്ഥലത്ത് ആരെയായിരിക്കും കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടാവുക, ആരെയൊക്കെ ആയിരിക്കും നിരസിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ദുർബലരായ മനുഷ്യരെയാണ്. ദുർബലരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ളത് ഭിന്നശേഷിക്കാരാണ്. എങ്കിൽ ആ നാട്ടിൽ ഒരു ഭിന്നശേഷിക്കാരനും ഭിന്നശേഷിക്കാരിക്കും ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപ്പോത്തീറ്റയിൽ ജീവിതം നിഷേധിക്കപ്പെട്ടവരായി ഭിന്നശേഷിക്കാരെ കണക്കാക്കിയിരുന്ന ഒരു കാലം, ഒരു പൂർവ്വകാലം നമുക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം.